ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ IBTC ഹബിൻ്റെ ഫോൺ മേക്കിംഗ് വർക്ക്ഷോപ്പിൻ്റെ മൂന്നാമത്തെ ഡേ ആണ് ഇല്ലേ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോണ്ടർ പ്രോ യൂസ് ചെയ്യുക. ഏകദേശം ഫോണ്ടർ പ്രോയുടെ എല്ലാ ടൂൾസും, എല്ലാ ബട്ടൺസും, എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞു ഇല്ലേ. അതിനുശേഷം രണ്ടാമത്തെ ക്ലാസ്സിൽ എങ്ങനെ ഒരു ഇംഗ്ലീഷ് ഫോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഏകദേശം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഇതാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സോട് കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഇത് എത്തിയിട്ടുണ്ടാവും. പിന്നെ അത് എക്സ്ട്രാ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമ്മൾ മൂന്നാമത്തെ ഡേ ആയ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണ്ടർ പ്രോയിൽ മലയാളം ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇത്തിരി വ്യത്യാസമുള്ളൊരു ഇതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നിങ്ങൾ റെഡിക്കിന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഫോണ്ടുകൾ, മലയാളം ഫോണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ IBTC ഹബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. IBTC ഹബ് ഓൺലൈനായിട്ട് ധാരാളം കോഴ്സുകളും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഡിസൈനേഴ്സിനും അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സിനൊക്കെ ഉപകാരപ്പെടുത്താൻ പറ്റുന്ന ധാരാളം ടൂൾസുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ടീമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റർ ഡിസൈനിങ് ബൂട്ട് ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പോഗ്രാഫി കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസൊക്കെ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും നമുക്ക് സ്വന്തമായിട്ട് ആപ്പുകളൊക്കെ സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിയണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഡെവലപ്പിംഗ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് പ്രത്യേക സിലബസുകളിലൂടെ സിമ്പിളായിട്ട് തന്നെ കോഡിങ്ങിൻ്റെ ഒന്നും ബേസിക് പോലും അറിയാത്ത എല്ലാവർക്കും ജോയിൻ ചെയ്ത് പെട്ടെന്ന് സിമ്പിളായിട്ട് ആപ്ലിക്കേഷൻസ് നിർമ്മിക്കാൻ പറ്റുന്ന, അവർക്ക് തന്നെ കസ്റ്റമായിട്ട് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന കോലത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ആപ്പ് ഡെവലപ്പിംഗ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിക്സൽ ലാബ് അൾട്രയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അൾട്ര നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ളതിൽ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു പിക്സൽ ലാബ് മോഡാണ്. 1000 കൂടുതൽ മലയാളം ഫോണ്ടുകൾ, 1000 കൂടുതൽ അറബിക് ഫോണ്ടുകൾ, 700 കൂടുതൽ ഇംഗ്ലീഷ് ഫോണ്ടുകൾ, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള നമ്പർ ഫോണ്ടുകൾ, ഷേപ്പ് ഫോണ്ടുകൾ, ഐക്കൺ ഫോണ്ടുകൾ, അതോടൊപ്പം തന്നെ 300 കൂടുതൽ അൾട്രാ പ്രീമിയം സ്റ്റിക്കേഴ്സ്, അതിനെ കൂടാതെ ധാരാളം സൈസ് പ്രിസെറ്റുകളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അൾട്രാ മോഡാണ് നമ്മുടെ പിക്സൽ ലാബ് അൾട്ര എന്നുള്ളത്. അതുപോലെ PLP ബണ്ടിൽസ്, പിക്സൽ ലാബിൽ ഡിസൈൻ ചെയ്യുന്നവർക്ക് വേണ്ട PLP ബണ്ടിൽസ്, അങ്ങനെയൊക്കെ ധാരാളം മോക്കപ്പ് ഡിസൈന്. മൊബൈലിൽ നമുക്കെല്ലാവർക്കും ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് മൊബൈലിൽ ഡിസൈൻ ചെയ്യുന്നവർക്കുള്ള മോക്കപ്പ് ഡിസൈനിങ് അല്ലേ. കറക്റ്റായിട്ട് അത്ര വലിയൊരു ആപ്പൊന്നും ഇല്ലാത്തൊരു ടൈമാണിത്. ഇപ്പോൾ പലരും ക്യാൻവയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ധാരാളം പരിമിതികൾ ക്യാൻവയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടൊരു AI മോഡൽ മെത്തേഡിൽ സിമ്പിളായിട്ട് ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് എങ്ങനെ മോക്കപ്പുകൾ, അത് പലതരത്തിലുള്ള നമുക്ക് ആവശ്യമുള്ള പല മോഡൽസുകളുള്ള മോക്കപ്പ് ഡിസൈൻ ടൂൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ധാരാളം കോഴ്സുകളും ഡിസൈനേഴ്സിന് ഉപകാരപ്പെടുത്താൻ പറ്റുന്ന ടൂൾസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ടീമാണ് IBTC ഹബ് എന്നുള്ളത്. പോരാത്തതിന് ഡിസൈൻ വർക്കുകളും IBTC ഹബ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IBTC ഹബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ടൂളുകളോ കാര്യങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് കോഴ്സൊക്കെ നല്ല രീതിയിൽ ഇത് ചെയ്യുന്ന കോഴ്സുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക സിലബസുകളിലൂടെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ നിയമങ്ങളടക്കം പറഞ്ഞിട്ടാണ് നമ്മുടെ സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരിക്കലും നമ്മൾ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പുകൾ കൊണ്ട് മാത്രം നമുക്ക് നല്ല രീതിയിലുള്ള പോസ്റ്ററുകളും കാര്യങ്ങളൊന്നും ഡിസൈൻ ചെയ്യാൻ കഴിയില്ല. മറിച്ച് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഗ്രാഫിക് ഡിസൈനിങ്ങിലെ പ്രധാനപ്പെട്ട ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള പോസ്റ്ററുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് നിർമ്മിക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ നിയമങ്ങളൊക്കെ പറഞ്ഞു തന്ന് അതൊക്കെ പോസ്റ്ററുകളിൽ എങ്ങനെയൊക്കെ പോസ്റ്ററുകളിൽ യൂസ് ചെയ്യണം എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നിട്ടാണ് നമ്മൾ ഓരോ നിയമങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനത്തേതാണ് നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് കോഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. മലയാളം ഫോൺ മേക്കിംഗ് അല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ ഫോണ്ടർ പ്രോ ഓപ്പൺ ചെയ്യുകയാണ്. ഫോണ്ടർ പ്രോ ഓപ്പൺ ചെയ്തു. ഓക്കെ
ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ ചെയ്തിരുന്ന എല്ലാ ഫോൺസും ഞാൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ അടിയത്തെ ഈ ഒരു ഭാഗത്ത് രണ്ട് സ്വിച്ചുകളാണ് ഉള്ളത് അല്ലേ, രണ്ട് സ്വിച്ചുകൾ. ഒന്ന് ന്യൂ എന്നുള്ളൊരു സ്വിച്ചും ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ എന്നുള്ളൊരു സ്വിച്ചും ഉണ്ട്. നമ്മൾ ഇത്രയും 2 ദിവസം നമ്മൾ ക്ലാസ് എടുത്തിട്ട് നമ്മൾ സംസാരിച്ചത് എന്തിനെ പറ്റിയിട്ടാണ്? ന്യൂ എന്നുള്ളൊരു സ്വിച്ചിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഇത് ശ്രദ്ധിച്ചവർ ആലോചിച്ചിട്ടുണ്ടാവും, എന്താ ഈ ഒരു ഓപ്പൺ എന്നുള്ള സ്വിച്ചിനെ പറ്റി നിങ്ങൾ പറയാത്തതെന്നുള്ളത്. അപ്പോൾ ഈ ഓപ്പൺ എന്നുള്ള സ്വിച്ചിനെ പറ്റി നമ്മൾ പറയാത്തത്, ഇനി നമ്മൾ മലയാളം ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ആ ഓപ്പൺ എന്നുള്ള സ്വിച്ചാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് ആ ഒരു മലയാളം ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം അതിനെക്കുറിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം അത് ലേറ്റായി വെച്ചത്, അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മൾ മലയാളം ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ആദ്യം തന്നെ ഒരു മലയാളം മോഡൽ കിട്ടേണ്ടതുണ്ട്. അത് എന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഓപ്പൺ എന്നുള്ള ഈ ഒരു സ്വിച്ച് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സ്വിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ 3 തരത്തിലുള്ള ഫോൾഡറുകൾ കാണാൻ പറ്റും. ഒന്ന് ഡിവൈസ് ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോൺ ഡിവൈസിലുള്ള കുറച്ച് ഫോണ്ടുകൾ കാണാൻ പറ്റും. അത് ഇംഗ്ലീഷ് ഫോണ്ടുകളായിരിക്കും, നോർമൽ ആയിട്ടുള്ള നമ്മളെ സാധാരണ ഇതിലൊക്കെ വരുന്ന നോട്ടോ സെൻസ് പോലത്തെ കുറച്ച് ഫോണ്ടുകളാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് എടുത്ത് നോക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പിൾ ഫോട്ടോസ് നമ്മുടെ ഈ ഒരു ഫോണ്ടർ പ്രോയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഈ ഡെവലപ്പേഴ്സ് ഇതിൽ കുറച്ച് ഫോണ്ടുകൾ ജസ്റ്റ് മോഡലിന് വേണ്ടി ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോണ്ടുകളാണ്. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് ചൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കുക, എങ്ങനെയൊക്കെയാണ് ആ ഫോണ്ടുകളുള്ളത് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നോക്കിയാൽ ഓക്കെ അല്ലേ. അതുപോലെ അങ്ങനെ ധാരാളം ഫോണ്ടുകളുണ്ട് കേട്ടോ. ഞാൻ എല്ലാതൊന്നും നിങ്ങൾ നോക്കുക, എല്ലാതും ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ പിന്നെയുള്ള ഇതാണ് നമുക്ക് ഈ മൈ ഫോണ്ട്. ഇപ്പോൾ ഇതിൽ എൻ്റെ ഒരു ഫോണ്ടുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് ഇതിലേക്കൊരു ഫോണ്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്, എന്നാലേ നമുക്ക് നല്ല രീതിയിൽ മലയാളം ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഈ ആപ്പിൽ നിന്ന് ബാക്ക് ഇറങ്ങിയിട്ട് എൻ്റെ ഫയൽ മാനേജർ എടുക്കുകയാണ്. ഓക്കെ, ഫയൽ മാനേജർ എടുത്തു. ഫയൽ മാനേജറിൽ ഞാൻ ഓൾറെഡി ഒരു ഫോണ്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ്സിൽ ഒരു ഫോണ്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്താ, ഞാൻ ലിങ്ക് തരാം, നിങ്ങൾ ആ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളോട് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം ഒട്ടുമിക്ക മലയാളം ഫോണ്ടുകളും നമുക്കിതിൽ പറ്റും. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് എന്നുള്ളത്. ഒട്ടുമിക്ക മലയാള ഫോണ്ടുകളും ഈ ഒരു മോഡലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ പല ഫോണ്ടുകളും എടുക്കുമ്പോൾ അതിൽ ചില അക്ഷരങ്ങളൊന്നും കാണാൻ ചാൻസില്ല. അപ്പോൾ എല്ലാതും അനുയോജ്യമായിട്ടുള്ളൊരു ഫോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫോണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും കൂടെ സിമ്പിളാവും. അതിനോടാണ് ഞാൻ ആ ഒരു ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതെടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ഫയലിൽ ചെറിയൊരു ഇത് ചെയ്യാണ്ട്, അപ്പോൾ ഞാൻ എൻ്റെ ഫയലിൽ കയറിയിട്ട് ഡൗൺലോഡ്സിൽ പറഞ്ഞു നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഫോണ്ട് എന്താക്കുക, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഈ ആൾ ഫയൽസിൽ പോയി കഴിഞ്ഞാൽ ഫോണ്ടർ പ്രോ, നമ്മുടെ ഫോൺ ക്രിയേറ്ററിൻ്റെ ഒരു ഫയൽ ഉണ്ടാവും, ഫോണ്ടർ പ്രോ എന്നുള്ള ഫയൽ. അതിൽ വരിക ഈ ഫോൺസ് എന്നുള്ള ഈ ഒരു ഫയൽ കണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു ഫോൺസ് എന്നുള്ള ഈ ഒരു ഫയൽ, ഈ ഫയലിൽ അത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ, ഞാനത് പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഫോണ്ടർ പ്രോയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ മൈ ഫോൺസ് എടുക്കുന്നു, മോഡൽ ഫോർ ക്രിയേറ്റിംഗ് അത് സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മലയാളം ഫോണ്ടിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇനി ഓക്കെ അടിക്കുക. അപ്പോൾ ഞാനിതിന് മലയാളം ന്യൂ എന്നുള്ളൊരു പേര് കൊടുക്കുക, മലയാളം ന്യൂ. ഓക്കെ, മലയാളം ന്യൂ എന്നുള്ള, ബാക്കികളൊക്കെ അതുപോലെ കിടക്കുകയാണ്, ഞാനതൊന്നും അധികം ശ്രദ്ധിക്കുന്നില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, മലയാളം ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടു ഈ ഒരു വരയും അല്ലേ. നമ്മൾ ഇംഗ്ലീഷ് ഫോണ്ട് നോക്കിയപ്പോൾ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ആകെ ഈ ഒരു വരയും അതുപോലെ തന്നെ ഈ ഒരു വരയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വേറെ എക്സ്ട്രാ വീണ്ടും വരകൾ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഒരു ഫോണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വര കണ്ടില്ലേ, ഇതും ഈ ഒരു വരയും ഇതിൻ്റെ ഉള്ളിലായിരിക്കണം എന്താണേണ്ടത്, നമ്മുടെ ടെക്സ്റ്റുകൾ എഴുതേണ്ടത്. അപ്പോൾ ടെക്സ്റ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ടൈപ്പ് ചെയ്യുമ്പോൾ മായാണ് വരേണ്ടത്. അതാണ് നമ്മുടെ കോഡ് എഫ് എമ്മിലെ കോഡ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ എയിൽ തന്നെ ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കുക, ആ ഈ രണ്ടിനും ഉള്ളിലായിരിക്കുക, ഈ അക്ഷരങ്ങളൊക്കെ ഈ രണ്ടെണ്ണത്തിനുള്ളിലായിരിക്കുക. അതുപോലെ തന്നെ എഴുതുമ്പോഴും ഇതിനപ്പുറത്തേക്ക് പോവാതെ ഈ വരകൾ ശ്രദ്ധിക്കുക, ഇതിനപ്പുറത്തേക്ക് പോവാതെ കറക്റ്റായിട്ട് തന്നെ
എഴുതുക. ഞാനിത് അധികം മൂടിയൊന്നും ചെയ്യുന്നില്ല, മോഡലിംഗ് ഒന്നും കാട്ടുന്നില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് അധികം നമ്മുടെ വീഡിയോ ലെങ്ത് ആവുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ഇത് കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ ചെയ്തു പോവുക. ഇനി റായാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റായും നമ്മൾ എന്താവുന്നു, റായും സെറ്റ് ചെയ്തു. ഇനി ലായും എന്താവുന്നു കറക്റ്റ് ആ ഒരു ഇതിൽ ലായും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലായും സെറ്റ് ചെയ്തു. ഇനി ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം അങ്ങോട്ട് ഇറങ്ങിയാണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് അതിനാണ് നമ്മൾ മോഡൽ നോക്കാൻ പറഞ്ഞത്. ആ ഒരു കറക്റ്റ് ഇതിലെന്തായിരിക്കുക, നിങ്ങൾ ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വരകളും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ പോവുക. പിന്നെ ഉള്ളത് ഇതൊക്കെ നമ്മൾ താഴേക്ക് ശ്രദ്ധിക്കേണ്ടതൊക്കെ പറഞ്ഞു. താഴേക്ക് ശ്രദ്ധിക്കേണ്ടതൊക്കെ അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ജസ്റ്റ് ഇതാക്കി കൊടുക്കുക. ഇനി ഞാൻ അവിടെ കറക്റ്റ് നോക്കുന്നില്ല. ഇനി ഇത് കണ്ടില്ല, എല്ലാതും കറക്റ്റ് അതിൻ്റെ കറക്റ്റ് സ്ഥാനത്ത് തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, അപ്പോൾ പിന്നെ ഇത് കണ്ടില്ലേ ഈ ഉള്ളത്, ഈ ഓരോന്നിലും ഏതൊക്കെ ചിഹ്നങ്ങളോ അക്ഷരങ്ങളോ ഒക്കെയാണോ ഉള്ളത് അത് കറക്റ്റായിട്ട് അവിടെ ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നമ്മുടെ ഈ ഫോണ്ട് കറക്റ്റായിട്ട് വർക്ക് ആകുള്ളൂ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരും ഈ ഫോണ്ടുകൾ എടുത്തു കഴിഞ്ഞിട്ട് പലതും കോപ്പിറൈറ്റുള്ള ഫോണ്ടുകളായിരിക്കും. ഈ ഫോണ്ടുകൾ എടുത്തിട്ട് അതന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് അതന്നെ നിങ്ങളുടെ പേരിലുള്ള ഒരു ഫോണ്ടാക്കി ഇറക്കി കോപ്പിറൈറ്റൊന്നും ഉണ്ടാക്കരുത്, പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കരുത്. അപ്പോൾ അതിനൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വായും കാര്യങ്ങളോ ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ആ അടിയിലെ ഇതും കറക്റ്റായിട്ട് അതിനുള്ളിൽ തന്നെ, അതിനാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ രണ്ടെണ്ണമൊക്കെ വരുന്നത്, രണ്ട് വരെ ഈ മലയാളത്തിൽ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ അക്ഷരങ്ങൾ വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കിയുള്ള അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സെറ്റായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി വീഡിയോ അധികം ലെങ്ത് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഫുള്ളായിട്ട് ഇത് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പരമാവധി നല്ല രീതിയിൽ ചെയ്ത് നല്ല ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഫോണ്ട് ക്രിയേറ്റിംഗ് മെത്തേഡിൽ ഏകദേശം എല്ലാതും പൂർത്തിയാക്കി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ പരമാവധി പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ വർക്കുകൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനിയും പുതിയ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പുതിയ ടൂളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഇടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലും താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു കോഴ്സ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി പുതിയ കോഴ്സുകളും ക്ലാസ്സുകളും ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.